തമിഴ് വെട്രിക്കഴകത്തിൻ്റെ 2 വർഷം മാത്രം പ്രായമായിട്ടുള്ള വിജയുടെ പാർട്ടി തമിഴ്നാട് പിടിച്ചു. വിജയ് ഉണ്ടാക്കിയെടുത്തൊരു ഹൈപ്പുണ്ട്. വിജയ്ക്ക് ഇതിനിടയിൽ വെച്ച് ഒരു യോഗത്തിൽ ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് 2-3 പേർ മരിച്ചു, വലിയ വിവാദമായതാണ്. പക്ഷെ അതിനുശേഷം വിജയ് സൈലൻസിലേക്ക് പോയി. വിജയ്ക്ക് വലിയ ദുഃഖമുണ്ടായി. പക്ഷെ ആ ദുഃഖമെല്ലാം ഗുണകരമായി വന്നു. അത് തമിഴ്നാട് ജനത വിജയിയെ അധികാരത്തിലേറ്റി. പക്ഷെ ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ 118 സീറ്റ് വേണം, പക്ഷെ 108 സീറ്റേ കിട്ടിയിട്ടുള്ളൂ. ഇനിയും ഒരു 10 സീറ്റിൻ്റെ കുറവുണ്ട്. പക്ഷെ ആ 10 സീറ്റിൽ 5 സീറ്റ് ഇപ്പോൾ കോൺഗ്രസ്സുകാരെ അവർ കയ്യിലെടുത്തു. കോൺഗ്രസ് മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ വേണുഗോപാലും എല്ലാ ടീം അടക്കം എല്ലാവരും കൂടി 5 സീറ്റ് കൊടുക്കാൻ തയ്യാറായി. അവരുടെ 2 മന്ത്രിമാരെ എന്തോ കിട്ടുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് സീറ്റ് കൊടുക്കാൻ തയ്യാറായി, അവരുടെ പിടി കൊടുക്കാൻ തയ്യാറായി. അങ്ങനെ 108 5 113. ഇനി 5 സീറ്റിൻ്റെ കുറവാണുള്ളത്. CPM CPM നും CPI ക്കും ഒക്കെ ഓരോ സീറ്റ് 1-2 സീറ്റ് വീതമുണ്ട്. അപ്പോൾ അവർക്കും കത്ത് കൊടുത്തിട്ടുണ്ട്, അവരെ മന്ത്രിമാരാക്കാമെന്നൊക്കെ പറഞ്ഞു. ആണെങ്കിൽ കേരളത്തിൽ മന്ത്രിസഭ LDF ഇല്ലാതെ വരുമ്പോൾ CPM ഒരു മന്ത്രി രാജ്യത്ത് ഉണ്ടാവുകയാണ്. അത് തമിഴ്നാട്ടിലായിരിക്കും. ഇനി മന്ത്രിസഭയിൽ ചേരാതെ പിന്തുണ കൊടുക്കുമോ എന്നുള്ളത് CPM ചിലപ്പോൾ മന്ത്രിസഭയിൽ ചേരാതെ പിടികൊടുക്കുമായിരിക്കും. അങ്ങനെയും ഉണ്ടാവാം. CPM അങ്ങനെയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ എന്തായാലും അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടുത്തെ സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം അവർ 50-60 സീറ്റിന് താഴെയാണ്. അവർക്ക് ഇനി ഭരിക്കാൻ കഴിയത്തില്ല. ADMKയെ BJP മുന്നണിയിലേക്ക് ഒരു കാരണവശാലും TVK തമിഴ് വെട്രിക്കഴകത്തിന് വിട്ടുകൊടുക്കരുത് എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെയൊക്കെ ഒരു തീരുമാനം. അതുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെ CPM നെയും CPI മറ്റേ ലീഗിനെയും SDP അടക്കമുള്ള എല്ലാവരെയും വിളിക്കുന്നത്. അവിടെയുള്ള മറ്റെല്ലാ ഘടകകക്ഷികളെയും DMK മുന്നണിയിലുള്ള സ്റ്റാലിൻ്റെ കൂടെയുള്ള ഘടകകക്ഷികളെ നേരിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെ വിളിക്കുകയാണ് ഫോണിൽ. എന്തെന്ന് വെച്ചാൽ ഒരു കാരണവശാലും BJP അലയൻസിലേക്ക് TVK പോകരുത്. TVKക്ക് ആ താല്പര്യമില്ല. ADMKയിലുള്ള 2ാം നിര വിഭാഗക്കാർ പറയുന്നത്, നേതാക്കൾ പറയുന്നത്, മുതിർന്ന നേതാക്കൾ ഒഴിച്ചുള്ളവർ പറയുന്നത് TVKക്ക് സപ്പോർട്ട് കൊടുക്കണം. 1ാം നിര നേതാക്കൾ പറയുന്നു TVK ഇപ്പോൾ ഒരു പുതിയ പാർട്ടിയാണ്, 2 വർഷമായിട്ടുള്ളൂ, അവർക്ക് വലിയ ആയുസൊന്നുമില്ല, അവരിങ്ങനെ ഭരിച്ച് മുടിച്ച് ഒക്കെ പോവും, നമുക്കാണ് ഇനി ആയുസെന്ന് പറഞ്ഞ് ADMK നിൽക്കുന്നുണ്ട്. ADMKയിലെ മുതിർന്ന നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥാനം കിട്ടില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം, ADMKയിലുള്ള ആരെങ്കിലുമൊക്കെ രാജിവെക്കുമോ? 5-10 പേര്. ഇപ്പോൾ നാളെ വൈകുന്നേരമാണ് നെഹ്റു സ്റ്റേഡിയത്തിൽ, മദ്രാസിലെ നെഹ്റു സ്റ്റേഡിയത്തിൽ ഈ സത്യപ്രതിജ്ഞ വെച്ചിട്ടുള്ളത് TVKയുടെ. പക്ഷേ അതിനിടയ്ക്ക് ഗവർണർക്ക് കത്ത് കൊടുത്തു. കേരള ഗവർണർക്കാണ് ചുമതല, നമ്മുടെ ആർലേക്കർക്കാണ് ചുമതല. അപ്പോൾ അദ്ദേഹത്തിന് കത്ത് കൊടുത്തപ്പോൾ അദ്ദേഹം ഒരു മറുപടി കൊടുക്കാമെന്നാണ് പറഞ്ഞത്. മിക്കവാറും നാളെ സത്യപ്രതിജ്ഞയ്ക്ക് അനുവാദം കൊടുക്കും. സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് ടൈം കൊടുക്കും, ഇത്ര ദിവസത്തിനകത്ത് നിയമസഭയിൽ ഇത് ഭൂരിപക്ഷം തെളിയിക്കണമെന്ന്. അപ്പോൾ വോട്ടിനിടൽ പരിപാടി വരും. എന്തായാലും വിജയ് ജയിക്കാനാണ് സാധ്യത. കാരണം 108 സീറ്റ് പിടിച്ച സാഹചര്യത്തിൽ ആരെങ്കിലും 1-2 കക്ഷികളെ കൂടെ പിടിച്ചുകൊണ്ട് ഇപ്പോൾ സ്വതന്ത്രമാരെ എല്ലാം കൂടെ പിടിച്ച് വിജയ് 118 സീറ്റോടുകൂടി തമിഴ്നാട് ഭരിക്കാനാണ് സാധ്യത. ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുമെന്നുള്ള വലിയ മോഹന സുന്ദര വാഗ്ദാനങ്ങളാണ് വിജയ് കൊടുത്തിരിക്കുന്നത്. ആ വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാക്കണമെങ്കിൽ വലിയ പണവും ആവശ്യമുണ്ട്. പിന്നെ തമിഴ്നാട് വലിയൊരു അങ്ങനെ ദാരിദ്ര്യമുള്ള സംസ്ഥാനമല്ല. കാരണം ഒരുപാട് വ്യവസായവും മറ്റു കാര്യങ്ങളും ടാക്സും ഒക്കെ ഒരുപാട് കിട്ടുന്ന ഒരു സംസ്ഥാനമായി, നമ്മെപ്പോലുള്ളൊരു കൺസ്യൂമർ സംസ്ഥാനമല്ല. അതുകൊണ്ട് തമിഴ്നാടിന് പലതും ചെയ്യാൻ പറ്റും. എന്തായാലും വളരെ വലിയ തോതിലാണ് വിജയിയുടെ പരിപാടി നടക്കുന്നത്. തമിഴ്നാട് വിജയ് പുതിയ രാഷ്ട്രീയമാണ്. MGRന് ശേഷം അല്ലെങ്കിൽ ജയലളിതയ്ക്ക് ശേഷം ഡയറക്റ്റായി ഒരു സിനിമാ നടൻ, ഒരു സൂപ്പർ ഹീറോ. MGR സൂപ്പർ ഹീറോ ആയിരുന്നു, ജയലളിത വരുമ്പോൾ സൂപ്പർ ഹീറോയിനായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ കരുണാനിധി സിനിമാ സംവിധായകനൊക്കെ ആയിരുന്നെങ്കിലും വലിയ നടനൊന്നുമായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ സ്റ്റാലിനും സിനിമയിലൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ കരുണാനിധിയുടെ മകൻ എന്നുള്ള നിലയിലാണ് സ്റ്റാലിൻ വന്നതും. ഉദയനിധി സ്റ്റാലിനും ഒക്കെ അങ്ങനെയാണ് വരുന്നത്. 1-2 സിനിമയിലൊക്കെ അഭിനയിച്ചത്. പക്ഷേ വിജയിയെ സംബന്ധിച്ചിടത്തോളം വിജയ് തമിഴ്നാട്ടിൽ വളരെ ദളപതിയാണ്, ഇളയ ദളപതിയാണ്. മൂത്ത ദളപതി വേറെ ഉണ്ട്, അത് അണ്ണൻ വേറെ ഉണ്ട്, രജനീകാന്ത് ഉണ്ട്. അപ്പോൾ ഇളയ ദളപതിയായിട്ടുള്ള വളരെ വലിയ സിനിമകളിൽ ഒരുപാട് അഭിനയിച്ച് നീതിമന്ത്രമാണ്, നീതിബോധത്തിൻ്റെ വലിയ ചാമ്പ്യനായിട്ടുള്ള വിജയ് ആണ് അവിടെ ഭരിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല രസകരമാണ് തമിഴ്നാട് രാഷ്ട്രീയം. വളരെ ജൂനിയറായിട്ടുള്ള, കാണാൻ സൈസ് എടുത്താലും ഒരു മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ആൾ ഒക്കെ വേണ്ടേ, പക്ഷേ വളരെ ചെറിയ ഒരു മനുഷ്യൻ, ഒരു കുഞ്ഞു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ അവിടെ മുഖ്യമന്ത്രിയാവുകയാണ്. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം പുതിയ രീതിയിൽ മാറുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. ഇനി 5 വർഷം നന്നായി ഭരിച്ചാൽ വീണ്ടും തീർച്ചയായിട്ടും അവിടെ വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല മുന്നണി സമവാക്യങ്ങൾ മാറാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ADMK വേണ്ടാന്നൊക്കെ പറഞ്ഞാലും അത് മുന്നണി സമവാക്യങ്ങൾ മാറാം. ഈ കോൺഗ്രസ് ചിലപ്പോൾ സ്ഥിരമായിട്ട് TVK മുന്നണിയിൽ നിൽക്കാം. അങ്ങനെ പല രൂപത്തിലായിരിക്കും അവിടെ സംഭവങ്ങൾ നടക്കുന്നത്.
എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കും. നാളെ എന്തായാലും അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും, അവരുടെ സംഘം സത്യപ്രതിജ്ഞ ചെയ്യും, കോൺഗ്രസ് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാനുണ്ടാവും. അത് കഴിഞ്ഞാൽ നിശ്ചിത ദിവസത്തിനകമാണ് അസംബ്ലിയിൽ ഇത് തെളിയിക്കേണ്ടത്. അത് തെളിയിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും തമിഴ്നാട്ടിൽ പുതിയ യുഗം, ഇനി തമിഴ് വെട്രി കഴകത്തിൻ്റെ വിജയ് യുഗത്തിലേക്ക് തമിഴ്നാട് മാറുകയാണ്.